ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നു. കോടന്നൂർ സ്വദേശി രാഹുൽ ആണ് അറസ്റ്റിലായത്. കേസിൽ പിടിയിലായവരുടെ എണ്ണം ഇതോടെ 4 ആയി. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, പറയൂ വിവരങ്ങൾ. ഉന്മേഷ്, ഈ കോടന്നൂരിൽ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നത്. കോടന്നൂർ സ്വദേശിയായ രാഹുലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ രാഹുലിന്റെ വീട്ടിൽ ഇരുന്ന് മദ്യപിച്ച ശേഷമാണ് ഈ പ്രതികൾ ഇങ്ങോട്ടേക്ക്, അതായത് കോടന്നൂരിലെത്തി യുവാവിനെ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലാണ് ഗൂഢാലോചന നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഈ രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ, അതായത് കൊലപാതകം നടന്നത് ഇന്നലെ പുലർച്ചെയായിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി 3 പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആ പ്രതികളെല്ലാം തന്നെ റിമാൻഡിലാണുള്ളത്. അപ്പോഴും പോലീസ് പറഞ്ഞിരുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നത്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വലിയ തോതിൽ കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുന്നു. ചൂട്, മഴ, ഇങ്ങനെ പ്രതിഭാസങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ അലി ആൽഫ എന്നുള്ള അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യ, നീ പ്രകൃതിയുടെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പഠിക്കുക. മനുഷ്യർ എന്ത് ചിന്തിച്ച് പ്രവർത്തിച്ചു അതേ ലഭിക്കൂ. 2 മുൻ തലമുറയെ ഓർക്കൂ, വരാനിരിക്കുന്ന തലമുറയെ സംരക്ഷിക്കൂ. അത് നമ്മുടെ കടമയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മനി മറുതലം എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട്, കാസർഗോഡ് നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചെർക്കളയിൽ വെള്ളം ഉയർന്ന കാര്യം, അത് ഇറക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്ത നൽകിയിരുന്നു. മണി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.